എന്റെ കേസിൽ ഞാൻ അനുഭവിച്ചതും ഒക്കെ ഒരു നിസ്സാരമാക്കിയിട്ട് തള്ളിക്കളഞ്ഞ ആളാണ് ആരോഗ്യമന്ത്രി. കൂടെ നിൽക്കുന്നു എന്ന് പറയുന്നതല്ലാതെ ഒരു തരത്തിലുള്ള സഹായവും ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി അതിജീവിതക്കോ ഞങ്ങൾ അറിയുന്ന വേദന അനുഭവിക്കുന്ന ഒരു സ്ത്രീകൾക്കോ നൽകിയിട്ടില്ല. ഓപ്പറേഷൻ കേൾക്കുമ്പോൾ തന്നെ ഇപ്പം പേടി എന്താ മനസ്സിൽ വരുന്നത് എന്താ അന്നത്തെ സംഭവമാണ്. നിലവിൽ കേരളത്തിലെ ആരോഗ്യ സംവിധാനവും മന്ത്രിയും ICUലാണ് എന്ന് തന്നെ പറയാം. വീട്ടിലുള്ള എന്തെങ്കിലും മരുന്ന് കൊടുത്താൽ പോലും എന്നുള്ള ഒരു പരിശോധന കാര്യങ്ങളോ ഒന്നുമില്ല. മെഡിക്കൽ കോളേജിലേക്ക് തീരെ പോവാറില്ല. നമസ്കാരം. നമ്മുടെ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഇപ്പോൾ ആശുപത്രിയിലാണ്. 2 ദിവസം മുമ്പ് കണ്ണൂരിൽ വെച്ച KSUവിന്റെ ഒരു പ്രതിഷേധം ഉണ്ടാവുകയും ആ പ്രതിഷേധത്തിനിടെ ആരോഗ്യമന്ത്രിക്ക് പരിക്കേൽക്കുകയും ചെയ്തു എന്നുള്ളതാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ. എന്താണ് ഈ പ്രതിഷേധത്തിലേക്ക് നയിച്ച കാര്യങ്ങളെന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ ഏതാനും നാളുകളായി ആരോഗ്യവകുപ്പിന് മേൽ ഉയരുന്ന ആരോപണങ്ങൾ അത്രമാത്രം ഗുരുതരമാണ്. ഇരയാക്കപ്പെട്ടവർക്ക് നീതി ലഭിച്ചില്ല എന്നുള്ള വളരെ ഗുരുതരമായ പ്രശ്നങ്ങൾ ഉയരുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് പ്രതിഷേധം ഉണ്ടാവുന്നതും ആരോഗ്യമന്ത്രിക്ക് പരിക്കേൽക്കുന്നതും. എന്നാൽ ആരോഗ്യമന്ത്രി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതിന് ശേഷം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ICU പീഡന കേസിലെ അതിജീവിത പുറത്തുവിട്ട വാർത്താക്കുറിപ്പ് ഈ അവസരത്തിൽ ശ്രദ്ധ നേടുകയാണ്. ആരോഗ്യമന്ത്രിക്ക് പോലും 4 മണിക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടതിന് ശേഷം 8 മണി വരെ കാര്യമായ ചികിത്സയൊന്നും ലഭിച്ചില്ല എന്നും, അങ്ങനെയെങ്കിൽ സാധാരണക്കാരായ ഞങ്ങൾക്ക് എങ്ങനെയാണ് കൃത്യസമയത്ത് നിധി ലഭിക്കുക എന്നും വളരെ ഗുരുതരമായ ചോദ്യമാണ് അവർ ചോദിക്കുന്നത്. എന്താണ് അവർ ഇത്തരത്തിൽ ആരോപണം ഉന്നയിക്കാൻ, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അവർ ഇത്തരത്തിലൊരു വാർത്താക്കുറിപ്പ് പുറത്തിറക്കാനിടയായ സാഹചര്യം? നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ICU പീഡന കേസിലെ അതിജീവിത ഇപ്പോൾ നമ്മളോടൊപ്പം ടെലിഫോണിൽ ചേരുകയാണ്. ഇപ്പം പല കേസുകളും ഉണ്ടല്ലോ. ഇപ്പൊ കത്രികന്റെ തന്നെ എന്റെങ്ങാണ്ട് മുന്നാണ് കത്രികന്റെ കേസ് ഉണ്ടായിട്ടുള്ളത്. അപ്പം അതിൽ അവരനുഭവിച്ചതും എന്റെ കേസിൽ ഞാൻ അനുഭവിച്ചതും ഒക്കെ ഒരു നിസ്സാരമാക്കിയിട്ട് തള്ളിക്കളഞ്ഞ ആളാണ് ആരോഗ്യമന്ത്രി. ഒരു തരത്തിൽ പോലും ഞങ്ങളെ സഹായിക്കാൻ, ഞങ്ങൾ കുറെ പരാതികളും നടപടിയെടുക്കാൻ കുറെ അപേക്ഷകളൊക്കെ കൊടുത്തിട്ട് പോലും അതിലൊന്നും ഒരു നടപടി എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെയുള്ള ഒരാള് പെട്ടെന്ന്, പക്ഷെ അതില് വേദന ഉണ്ട്, പക്ഷെ എങ്കിലും അതിലൊരു എന്താ പറയാ, അവരുടെ കാര്യത്തിലുള്ള ഒരു ആശങ്ക പോലും ജനങ്ങളുടെ കാര്യത്തിൽ ഇല്ല എന്നുള്ളത് ആലോചിക്കുമ്പോ ഒരു തരത്തിലൊരു വിഷമാണ്. ഇപ്പൊ ആ വാർത്താക്കുറിപ്പിനകത്ത് പറയുന്നുണ്ട് ആരോഗ്യമന്ത്രിക്ക് പോലും 4 മണിക്കൂർ സമയം വെറുതെ കിടക്കേണ്ടി വന്നു എന്നുള്ളത്, അല്ലേ? അതെ അതെ. അപ്പൊ ആ ഒരു തരത്തിലേക്ക് നമ്മുടെ ആരോഗ്യ വകുപ്പ് ആ ഒരു തരത്തിലേക്ക് അധപ്പതിച്ചു പോയി എന്നുള്ളതാണ് പറയുന്നത്. തീർച്ചയായിട്ടും. ഇപ്പം ഞാൻ ഒരു ഉദാഹരണം പറയാം. എന്റെ കുട്ടികൾക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ ഞാനിപ്പോ ഒരു ഹോസ്പിറ്റലിന് എന്താ പറയാ ആശ്രയിക്കാൻ എനിക്ക് താല്പര്യമില്ല. കാരണം വീട്ടിലുള്ള എന്തെങ്കിലും മരുന്ന് കൊടുത്താൽ പോലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ആ ടെസ്റ്റ് ചെയ്യാ ഈ ടെസ്റ്റ് ചെയ്യാന്നല്ലാതെ അതിന് ആ അസുഖത്തിനുള്ള ഒരു മരുന്ന് എത്തുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു പെട്ടെന്നുള്ള ഒരു പരിശോധന കാര്യങ്ങളോ എത്തുകയോ ഒന്നുമില്ല. മെഡിക്കൽ കോളേജിലേക്ക് തീരെ പോവാറില്ല. സത്യമായിട്ടോ. ഇപ്പൊ ഒരു സർജറി കാലിന് 3 വർഷമായി സർജറി കാലിന് പറഞ്ഞിട്ട് മെഡിക്കൽ കോളേജിലുള്ള ആ ഒരു കാര്യം പേടിച്ചിട്ട് സത്യം അന്ന് ആ ഓപ്പറേഷൻ കേൾക്കുമ്പോൾ തന്നെ ഇപ്പം പേടി എന്താ മനസ്സിൽ വരുന്നത് എന്താ അന്നത്തെ സംഭവമാണ്. അത് മനസ്സിലേക്ക് വന്നിട്ട് ഭയങ്കര ടെൻഷനാണ്. അപ്പൊ ആ സർജറി ചെയ്യാതെ നീട്ടി കൊണ്ടുപോവാ. അപ്പൊ അതിനൊക്കെ എന്താണ് ഒരു സാഹചര്യം വന്നത് എന്താണ്, അവരുടെ ഒരു അശ്രദ്ധയും അത്രയ്ക്കേ ഉള്ളൂ. രോഗികളോടുള്ള ഒരു പെരുമാറ്റം എന്നുള്ളത് നമുക്ക് ചിന്തിക്കാമല്ല. തീർച്ചയായിട്ടും. ഇപ്പൊ എന്തെങ്കിലും അതിനകത്ത് നിങ്ങളുടെ കേസിനകത്താണെങ്കിൽ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടില്ല? ഏറ്റവും അവസാനം ഈ തിരിച്ചുവിട്ടവരെ തിരിച്ചെടുക്കുന്ന ആ രീതിയിലേക്കൊക്കെ കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പം നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ തന്നെയാണ്. അതെ, അത് എന്തായാലും പിന്നോട്ടേക്കില്ല. മുന്നോട്ടേക്ക് വെച്ച കാലം എന്തായാലും നീതി കിട്ടുന്നത് വരെ മുന്നോട്ടേക്ക് തന്നെയാണ് പോവാൻ തീരുമാനം. അത് ഇപ്പൊ വേറെ ആള് പറഞ്ഞു വിചാരിച്ചിട്ടോ അല്ലെങ്കിൽ മറ്റൊരെന്തെങ്കിലും ഭീഷണി മുഖേന അല്ലെങ്കിൽ എന്തെങ്കിലും പണം വാഗ്ദാനം ചെയ്തിട്ടോ ഒന്നും അത് പിന്നോട്ടേക്ക് ഞാൻ ഒരിക്കലും. ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത് മെഡിക്കൽ കോളേജ് ICU പീഡന കേസ് സമരസമിതിയുടെ നേതാവായിട്ടുള്ള നൗഷാദ് തെക്കേലാണ്. ഇപ്പം കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രിയുടെ പരിക്കും അതിനുശേഷം ഇന്നിപ്പോൾ അതിജീവിത സംസാരിച്ച കാര്യങ്ങളും വലിയ രീതിയിൽ ചർച്ചയാവേണ്ടതാണ്. അപ്പൊ അതിജീവിത ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലേക്ക് പറയാനുണ്ടായ കാര്യങ്ങൾ എന്തൊക്കെയാണ്? അവര് വർഷങ്ങളായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾ തന്നെയാണ്. ഒരു രീതിയിലും അന്നത്തെ പ്രിൻസിപ്പൽ തൊട്ടിട്ട് അന്ന് കള്ളസാക്ഷി പറഞ്ഞ ഫാത്തിമ ബാനു അടക്കമുള്ള KV പ്രീതി മൊഴി തിരുത്തിയ ഡോക്ടർ, ഈ സംഭവ സ്ഥലത്ത് ഇവരെ പരിശോധിക്കാൻ വന്ന ഡോക്ടർ അടക്കം
തനി കള്ളത്തരം പറഞ്ഞുകൊണ്ട് പ്രതിയെയും പ്രതികളെയും സംരക്ഷിക്കാനുള്ള ശ്രമം ഉണ്ടല്ലോ, ആ ശ്രമത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്നിപ്പം ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രിക്ക് വളരെ പ്രയാസം ആണ് എന്നാണ് നമ്മൾ വാർത്തയിൽ കാണുന്നത്. അപ്പോൾ ഒരു സ്ത്രീയാണല്ലോ അവരും, അപ്പൊ അതിനെ കൂട്ടിച്ചേർത്തുകൊണ്ട് അവരുടെ പ്രയാസങ്ങൾ അവർ പറഞ്ഞതാണ്. അപ്പോൾ നമുക്കതിലൊന്നും പറയാനില്ല. ഇപ്പം നിലവിൽ കേരളത്തിലെ ആരോഗ്യ സംവിധാനവും മന്ത്രിയും ICUലാണ് എന്ന് തന്നെ പറയാം. നമുക്കിപ്പോൾ നിലവിൽ പല വിഷയങ്ങളുണ്ടായിട്ട് പരാതി കൊടുക്കാൻ പോലും ഒരു മന്ത്രിക്ക് നോക്കാൻ പോലുള്ള സാഹചര്യമില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, 4 മണിക്ക് അവർക്ക് പരിക്ക് പറ്റിയിട്ട് 8 മണിക്കുള്ള മെഡിക്കൽ ബുള്ളറ്റിനിലാണ് പറയുന്നത് ഈ ആരോഗ്യമന്ത്രിയുടെ സ്കാൻ പോലും ചെയ്തിട്ടില്ല, സ്കാൻ എടുത്തതിന് ശേഷമേ ബാക്കി പറയാൻ പറ്റുള്ളൂ. അപ്പൊ 4 മണി തൊട്ട് 8 മണി വരെയുള്ള ആ സമയങ്ങളിൽ ഈ കേരളത്തിന്റെ ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രിക്ക് പോലും ചികിത്സ ലഭിച്ചില്ല എന്നല്ല അർത്ഥം, സ്കാൻ ചെയ്യാൻ പോലും സൗകര്യം ഉണ്ടായിരുന്നില്ല എന്നല്ല അർത്ഥം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലാണ് നമ്മുടെ ആരോഗ്യ സംവിധാനങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ അർശിനെ തൊട്ടിട്ട് നമ്മൾ ഒരുപാട് സ്ത്രീകൾ പ്രയാസപ്പെടുന്ന ആ പ്രയാസത്തിനൊപ്പം നിൽക്കുന്നു എന്ന് പറയുകയല്ലാതെ അതിജീവിതക്കൊപ്പം ഞങ്ങൾ പല സമയവും കണ്ട സമയത്ത് ഞങ്ങളോടൊക്കെ പരാതികളൊക്കെ വാങ്ങി വെച്ചുകൊണ്ട് കൂടെ നിൽക്കുന്നു എന്ന് പറയുന്നതല്ലാതെ ഒരു തരത്തിലുള്ള സഹായവും ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി അതിജീവിതക്കോ ഞങ്ങൾ അറിയുന്ന വേദന അനുഭവിക്കുന്ന ഒരു സ്ത്രീകൾക്കോ നൽകിയിട്ടില്ല. ഞാൻ ചോദിക്കട്ടെ, അപ്പൊ നിങ്ങൾ പറഞ്ഞു വരുന്നത് ഈ പരിക്കേറ്റ 4 മണി മുതൽ 8 മണി വരെയുള്ള സമയത്ത് ആരോഗ്യമന്ത്രിക്ക് പോലും ചികിത്സ കിട്ടിയിട്ടില്ല എന്നുള്ളതാണോ ഉദ്ദേശിക്കുന്നത്? തീർച്ചയായിട്ടും ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. കാരണം 4 മണിക്ക് മന്ത്രി എനിക്ക് തോന്നുന്നു 3-3:30 സംഭവിച്ചത്. 4 മണിയോടുകൂടി ബഹുമാനപ്പെട്ട മന്ത്രി ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട്. പിന്നെ 8 മണിക്കാണ് ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ഈ ചികിത്സയെ സംബന്ധിച്ചിട്ടുള്ള ഒരു മെഡിക്കൽ ബുള്ളറ്റിൻ ഇറങ്ങുന്നത്. ആ ബുള്ളറ്റിൻ വാർത്താ മാധ്യമങ്ങൾ വായിക്കുമ്പോൾ സ്കാൻ ചെയ്താൽ മാത്രമേ മനസ്സിലാകൂ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ വിദഗ്ധ ചികിത്സ ലഭിച്ചിട്ടില്ല, സ്കാനിങ് നടത്തിയിട്ടില്ല. അപ്പൊ അത്രയും സമയം നമ്മുടെ ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രിക്ക് പോലും സ്കാനിങ് നടക്കുകയും പോലും ചെയ്തില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ ആരോഗ്യ സംവിധാനം എന്താണ് എന്നുള്ളത് ആലോചിക്കണ്ടേ? അതാ ഞാൻ പറഞ്ഞത്. അപ്പൊ ഈ പറയുന്ന പോലെ അതിജീവിത ചോദിക്കുന്ന ചോദ്യം അവിടെ വളരെ പ്രസക്തമാണ്. ആരോഗ്യമന്ത്രിക്ക് പോലും 4 മണിക്കൂറായിട്ട് ചികിത്സ ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ ആരോഗ്യമന്ത്രിക്ക് പോലും ഇത്ര വൈകിയാണ് ചികിത്സ ലഭിക്കുന്നത്. പിന്നെ ഞങ്ങൾക്ക് നീതി എങ്ങനെയാണ് നേരത്തെ ലഭിക്കാന്നുള്ള ചോദ്യം. ആരോഗ്യമന്ത്രിക്ക് അപ്പോൾ അത് ഏതോ ഒരു തിരക്കഥയുടെ ഭാഗമായിട്ടാണോ അത്തരത്തിലുള്ളൊരു പത്രക്കുറിപ്പ് ഇറക്കിയെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. പക്ഷെ അത് കാണുന്ന ഏതൊരു മനുഷ്യനും, അത് കേൾക്കുന്ന ഏതൊരു മനുഷ്യനും, നമ്മളൊക്കെ സാധാരണ ഒരു ഹോസ്പിറ്റലിൽ ഒരു അപകടമായിട്ട് സംഭവിച്ചാൽ ആ സ്കാനിങ്ങും എക്സ്റേ ഒക്കെ വേഗം നടക്കില്ലേ? അപ്പോൾ സമയം ഇനി എക്സ്റേ എടുക്കണം അല്ലെ സ്കാനിങ് എടുക്കണം എന്നൊരു മെഡിക്കൽ ഒരു ബുള്ളറ്റിൻ ഇറങ്ങുമ്പോൾ നമ്മൾ അതിനെ പറ്റി തന്നെ അതേപോലെ തന്നെയാണ് നമ്മൾ ചിന്തിച്ചത്. തീർച്ചയായിട്ടും അത് തന്നെയാണ് ചിന്തിച്ചത്.